എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ഈ റീഡിംഗ് കാണുന്ന നിങ്ങളുടെ എനർജി, അതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മുൻപത്തെ എനർജി, കുറച്ച് നാൾ മുൻപത്തെ നിങ്ങളുടെ എനർജി എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ എനർജി, നിങ്ങളുടെ എനർജി എങ്ങനെയാണ്, ഭാവിയിൽ നിങ്ങളുടെ എനർജി എന്തായിരിക്കും, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് മൊത്തത്തിൽ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് മൊത്തത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ എനർജി എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങളുടെ മുൻപത്തെ എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, നിങ്ങളുടെ ഭാവിയിലെ എനർജി, ഇങ്ങനെയാണ് നിങ്ങളുടെ എനർജി മൊത്തത്തിൽ ഞാനിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതെല്ലാം നോക്കിയതിന് ശേഷം, അതായത് നിങ്ങളുടെ ഭാവിയിലെ എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, നിങ്ങളുടെ മുൻപത്തെ എനർജി, ഇതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് മാലാഖമാർ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്നും കൂടി നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ എനർജി മൊത്തത്തിൽ നോക്കിയതിന് ശേഷം മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കിന്ന് നോക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ, താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ, കോളല്ല. കോൾസ് എടുക്കുന്നില്ല, മെസ്സേജസ് മാത്രമാണ്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളുടെ മുൻപത്തെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്ന ആൾക്കാരായിരുന്നിരിക്കണം എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരും. ചെറിയൊരു പിണക്കമായാലും, ചെറുതായിട്ട് ആരെങ്കിലും നിങ്ങളോടൊന്ന് ദേഷ്യപ്പെട്ടാലും അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരുന്ന ഒരു കാര്യമായിരുന്നിരിക്കണം എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതായത് വെറുതെ നിങ്ങൾ വിഷമിക്കുകയല്ല, പക്ഷേ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നത് ഒരു സങ്കടം വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. മറ്റുള്ളവർക്ക് മേ ബി അത് ചെറിയ കാര്യമായിരിക്കും, നിങ്ങൾക്കത് ഒരുപാട് വലുതായിട്ട് തോന്നുന്നുണ്ടാവാം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും വലിയ കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരുന്ന ആൾക്കാരായിരുന്നിരിക്കണം. ദേഷ്യപ്പെടുന്ന ഒരു എനർജി അല്ല എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു എനർജിയേ അല്ല. പക്ഷേ വിഷമം വരുന്ന എനർജി, പെട്ടെന്ന് വിഷമം വരുന്ന ഒരു എനർജി. അതുപോലെ നിങ്ങൾക്ക് വിഷമം വന്നാലും അത് ചിലപ്പോൾ നിങ്ങൾ പുറമേ പ്രകടിപ്പിക്കണമെന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ചിലപ്പോൾ കുറച്ച് മടിയായിരുന്നിരിക്കണം. നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഇങ്ങനെ തുറന്ന് പറയാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നിരിക്കണം. നിങ്ങൾ പറയില്ല എന്നല്ല, പറയുമായിരുന്നിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് ഇങ്ങനെ ആലോചിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ തന്നെ, ആരോടെങ്കിലും പറയണമെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കും, ഇതിങ്ങനെ പറയണോ അങ്ങനെ പറയണോ എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങൾ ഒത്തിരി ആലോചിച്ചിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളായിരുന്നു. അത് കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ, ഒത്തിരി വലിയ കാര്യങ്ങളായിക്കോട്ടെ, ഒരുപാട് ആലോചിക്കും. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, അങ്ങനെ പറഞ്ഞാൽ മതിയോ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കണം എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങളുടെ മുൻപത്തെ എനർജി എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരുമായിരുന്നു. ആ വിഷമം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളതങ്ങനെ പുറമേ കാണിക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ പുറമേ കാണിക്കുന്നതിലും ഇപ്പം നിങ്ങൾ വിഷമം വന്നാൽ നിങ്ങൾ കരയുകയൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളങ്ങനെ പുറമേ എത്രത്തോളം നിങ്ങൾക്ക് വിഷമം ഉണ്ടായോ ആ ഒരു വിഷമം നിങ്ങൾ പുറമേ കാണിക്കണം എന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ മേ ബി പുറമേ പ്രകടിപ്പിക്കാം ആ ഒരു വിഷമം, പക്ഷേ നിങ്ങൾ ആ പുറമേ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ
അതിനേക്കാൾ നിങ്ങൾക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ടാവണം. അതായത് ഒത്തിരി ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ഒത്തിരി മനസ്സിലേക്ക് എടുക്കുന്ന ആൾക്കാരായിരിക്കും. കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരിക്കും. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതെന്താ ഒരു ചെറിയ കാര്യമല്ലേ അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക്. സ്വഭാവം എന്നല്ല, അത് ലൈക്ക് അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു നിങ്ങളുടേത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പോലും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നല്ല, നിങ്ങൾക്കറിയാം, പക്ഷെ വ്യക്തമായിട്ട് പറയാൻ നിങ്ങൾക്കറിയാം. പക്ഷെ ഒരുപാട് ചിന്തിക്കുമായിരുന്നിരിക്കാം. എങ്ങനെ പറയണം, ഇങ്ങനെ പറയണോ, അങ്ങനെ പറയണോ, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഒത്തിരി ചിന്തിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കട്ടെ, എന്നിരുന്നാൽ പോലും നിങ്ങൾ പറയുമ്പോൾ മറ്റൊരാളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു. അത് നല്ലൊരു കാര്യമാണ്. ഇഷ്ടമില്ല എന്ന് പറയില്ല എന്നല്ല, പറയുമായിരുന്നിരിക്കാം, പക്ഷെ മറ്റൊരാളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. അത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോഴും നിങ്ങൾ മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നിരുന്നാലും നമ്മൾ മുൻപത്തെ എനർജി എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതാണ് നിങ്ങളുടെ മുൻപത്തെ എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ പാസ്റ്റിലെ എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് നാൾ മുൻപത്തെ ആയിരിക്കണം എന്നില്ല, മേ ബി ഒരുപാട് നാളത്തെ മുൻപുമാവാം, കുറച്ച് നാൾ മുൻപത്തെയും ആവാം. എന്തായാലും പാസ്റ്റിലെ എനർജി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, മുൻപത്തെ എനർജിയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാവുന്നത്, മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, മുൻപത്തെ എനർജി നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ വിഷമിക്കുന്ന ഒരാളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു എനർജി എനിക്ക് ലഭിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതെ, നിങ്ങൾ വിഷമിക്കാറുണ്ട്, പക്ഷെ മുൻപത്തെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വിഷമിക്കുന്ന ആളല്ല നിങ്ങൾ. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു വിഷമം വന്നാൽ തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരുപാട് മനസ്സിലേക്ക് എടുക്കില്ല. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഒത്തിരി ചിന്തിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് അതിൽ വിഷമം വരികയും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് പണ്ട് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വിഷമിച്ചിരുന്നിരുന്നു എന്നുള്ള കാര്യം. പണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ട് എന്നല്ല, പക്ഷെ കുറച്ച് നാൾ മുൻപത്തെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും മേ ബി നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്ന ആൾക്കാരായിരിക്കും. കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങളിങ്ങനെ മനസ്സിലേക്ക് എടുക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്കത് പെട്ടെന്ന് എന്ത് ചെയ്യും, വിഷമമാവുന്ന ഒരു ഇതായിരുന്നു മുൻപ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാലും നിങ്ങൾ നോക്കും. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും നിങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കാതെ, എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാലും നിങ്ങളത് ചിന്തിക്കും, ഇത് നമുക്ക് എത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, അതിൻ്റെ പ്രാധാന്യം എത്രയാണോ അത്ര പ്രാധാന്യം മാത്രമേ നിങ്ങളതിന് കൊടുക്കത്തുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണെങ്കിലും അത് കൂടുതലായിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ഒരു എനർജി അല്ല ഇപ്പോൾ നിങ്ങളുടേത്. നിങ്ങളിപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ നോക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ പ്രാധാന്യമുള്ളത് ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിനെത്ര പ്രാധാന്യം കൊടുക്കണം, ഇത് ഞാൻ എത്ര പ്രധാനപ്പെട്ടതായിട്ട് എടുക്കണം എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും അതുപോലെ തന്നെ വിഷമിക്കുന്നതാണെങ്കിലും. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് നിങ്ങളിപ്പോൾ അങ്ങനെ വിഷമിക്കാറില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ പെട്ടെന്ന് വിഷമം വരുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ മുൻപത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യത്തിൽ. ഇങ്ങനെ ചിന്തിച്ച് നോക്കും, ഇതിനൊക്കെ ഞാൻ ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടാത്തത് എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിയും വന്നിട്ടുണ്ടാവാം, ബാലൻസും വന്നിട്ടുണ്ടാവാം. അതിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നുണ്ടാവാം. മുൻപും കൊടുത്തിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇഷ്ടമില്ല എന്ന് പറയും. പക്ഷേ എന്നിരുന്നാലും മുൻപത്തെ പോലെ തന്നെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്.
ആ ഒരു കാര്യം ഇപ്പോഴും അതേപോലെ തന്നെയാണ്. പക്ഷെ അതിൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. മുൻപ് നിങ്ങൾ ഒത്തിരി ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഒത്തിരി ചിന്തിക്കുമായിരുന്നു. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, സ്വഭാവം എന്നല്ല അങ്ങനെ ആയിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ, ആ ഒരു ഇതല്ല ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിനും ഒത്തിരി സമയം എടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതല്ല. ഏതിനാണ് പ്രാധാന്യം കൂടുതൽ അതിന് ഒരുപാട് സമയം ചിലപ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സമയം കൊടുക്കും. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. പെട്ടെന്ന് തന്നെ അധികം ആലോചിക്കാതെ പറയേണ്ട കാര്യങ്ങൾക്ക് ആലോചിക്കാതെ തന്നെ അങ്ങനെ മറുപടി പറയാറുണ്ട്. മുൻപെന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒത്തിരി സമയമെടുത്ത് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്ത് പറയുന്ന പോലത്തെ ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് സമയമെടുത്ത് ചിന്തിച്ച് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് ചെയ്യുന്നതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടാത്തത് എന്ന് നിങ്ങൾക്കറിയാം. അതനുസരിച്ചിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും നിങ്ങൾ പറയുക. അല്ലാതെ എല്ലാത്തിനും ഒരേപോലെ സമയം കൊടുത്ത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാറില്ല. സമയം കൊടുക്കേണ്ടത് ഏതിനാണ്, സമയം കൊടുക്കേണ്ടാത്തത് ഏതിനാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനാണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് പറയുന്നതിനാണെങ്കിലും പെട്ടെന്ന് തന്നെ പറയാറുണ്ട്. അതായത് പെട്ടെന്ന് പറയേണ്ട കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറയാറുണ്ട്. തീരുമാനം കുറച്ച് ആലോചിച്ചിട്ട് എടുക്കേണ്ട കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് തന്നെ എടുക്കാറുണ്ട് തീരുമാനങ്ങൾ. അല്ലാതെ എല്ലാത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് നിങ്ങളങ്ങനെ സമയം കളയാറില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചിന്തിച്ച് സമയം കളഞ്ഞിട്ടുണ്ട് എന്ന്. മേ ബി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളങ്ങനെ അല്ല. പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കും, അല്ലാത്തതിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതായത് എല്ലാത്തിനും ഒരേപോലെ സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതിന് പ്രാധാന്യം കൊടുക്കുക, അല്ലാത്ത കാര്യങ്ങൾക്ക് അത്രയും സമയം കൊടുത്താൽ മതി എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതാണ് നിങ്ങളുടെ എനർജിയിൽ വന്നൊരു മാറ്റമായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ വന്ന മാറ്റമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് അതാണ്. കുറച്ചും കൂടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മുൻപത്തേതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതായത് മുൻപ് നിങ്ങൾ എല്ലാത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വിഷമിക്കാറുണ്ട്, ശരിക്കും എല്ലാവരും വിഷമിക്കാറുമുണ്ട്, സന്തോഷിക്കാറുമുണ്ട്. എല്ലാവർക്കും വിഷമമുണ്ട്, സന്തോഷമുണ്ട്, അതൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് അത്രയ്ക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സമയം കൊടുത്ത് അതിനെപ്പറ്റി ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് എടുക്കാതെ, അതായത് മനസ്സിലേക്ക് എടുക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതായത് ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ചില സമയത്ത് അതിൽ നിന്ന് മാറിപ്പോവാറുണ്ട്. ചില സമയത്ത് ചിലപ്പോൾ കുറേ വിഷമിക്കാറുണ്ടായിരിക്കാം ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പോഴും. പക്ഷെ എന്നാലും തിരിച്ച് നിങ്ങളത് മനസ്സിലാക്കി തിരികെ വരും. അതായത് ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്താൽ മതി. കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മളങ്ങനെ പ്രാധാന്യം കൊടുത്ത് നമ്മളുടെ സമയവും നമ്മളുടെ എനർജിയും കളയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ ഒരേ പ്രാധാന്യം തന്നെ കൊടുത്ത് ഒരേ എനർജി തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. ചെറിയ കാര്യങ്ങൾക്ക് നമ്മളത്രയും പ്രാധാന്യം കൊടുക്കേണ്ട. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതിന് പ്രാധാന്യം കൊടുക്കുക, അതിന് സമയം കൊടുക്കുക, അതിലേക്ക് എനർജി കൊടുക്കുക. അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരുപാട് വിഷമിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ ഭാവിയിലെ എനർജി എങ്ങനെയാണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാവുന്നത്, ഭാവിയിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുത്ത് തീരുമാനങ്ങൾ എടുക്കാം. ഇപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യം പറഞ്ഞു,
പക്ഷേ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ അങ്ങനെ പ്രധാനമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഭാവിയിലെ എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങൾ എല്ലാം തന്നെ ഏകദേശം ശരിയാവുകയും ചെയ്യും എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഏകദേശം എന്ന് പറയുമ്പോൾ കൂടുതലും ശരിയാവുക തന്നെയാണ് ചെയ്യുക. നമ്മളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ശരിയാവുക തന്നെയാണ് ചെയ്യാറ്. ചില സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ കാരണം നമുക്ക് ശരിക്ക് തീരുമാനം മനസ്സ് പറയുന്നുണ്ടെങ്കിലും നമുക്കത് എടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ ഒരു സമയത്ത് ചിലപ്പോൾ ചെറിയ തെറ്റുകൾ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ചെറിയ തെറ്റുകൾ ഉണ്ടാവാം. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കും. അതിലൂടെ നിങ്ങൾക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രത്തോളം ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കരിയറിലോ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യം, അതായത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കും എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും ഇപ്പോൾ നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിന് സാധിച്ചെന്ന് വരില്ല, ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല ചിലപ്പോഴെങ്കിലും. പക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം അതിന് പറ്റുമെന്നുള്ളതാണ്, അതിന് നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കും. ആ ഒരു സ്റ്റെബിലിറ്റി എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ മുൻപത്തെ എനർജി നോക്കിയ സമയത്ത്, അതായത് പാസ്റ്റ് എനർജി നോക്കിയ സമയത്ത് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ആൾക്കാരായിരുന്നു ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില സമയത്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും വിഷമിക്കാറുണ്ട്. മുൻപത്തെ അത്രയും ഇല്ല, അതിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങളങ്ങനെ വിഷമിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ അതിൽ മാറ്റം ഉണ്ടാവും. അതായത് ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ വിഷമിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കും, ചെറിയ കാര്യങ്ങൾക്കാണ് ഞാൻ വിഷമിക്കരുത് എന്ന് തീരുമാനിച്ചതാണ്. കുഞ്ഞു കാര്യങ്ങൾക്ക് ഞാൻ അധികം സമയം കൊടുക്കരുത്, അതിനെ മനസ്സിലേക്ക് എടുക്കരുത്, ചെറിയ കാര്യങ്ങളെ നമ്മളങ്ങനെ മനസ്സിലേക്ക് എടുത്ത് അതിനു വേണ്ടി വിഷമിക്കരുത് എന്ന് തീരുമാനിച്ചതാണ്. നിങ്ങൾ ഓർമ്മിക്കുകയും അതിൽ മാറ്റം വരികയും ചെയ്യും. അതായത് കുഞ്ഞു കാര്യങ്ങൾക്ക് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ പോലും അന്നേരം തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും, അയ്യോ കുഞ്ഞു കാര്യത്തിനാണല്ലോ ഞാനിത് വിഷമിക്കുന്നതെന്ന് മനസ്സിലാക്കി പിന്നെ ആ കാര്യം നിങ്ങളങ്ങ് മറക്കും. കുഞ്ഞു കാര്യങ്ങളെ നിങ്ങളങ്ങനെ കാര്യമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി അങ്ങനെ വിഷമിക്കുകയോ ചെയ്യത്തില്ല. പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങളങ്ങനെ വിഷമിച്ച് പോകാറുണ്ട്. ആ ഒരു പഴയ എനർജിയിലേക്ക് നിങ്ങൾ ചില സമയത്തെങ്കിലും പോകാറുണ്ട്. പക്ഷെ ഭാവിയിൽ അങ്ങനെ പോകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ പോകാൻ സാധ്യത കുറവാണ്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കാനുള്ള സാധ്യത ഭാവിയിൽ വളരെയധികം കുറവാണ്. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ചില സമയത്ത് നിങ്ങളത് മറന്നു പോകാറുണ്ട്. പക്ഷെ ഭാവിയിൽ അങ്ങനെ അധികം മറന്നു പോകുന്ന ഒരു എനർജി അല്ല നിങ്ങളുടേത്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. സ്റ്റെബിലിറ്റിക്ക് മാത്രം, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് മാത്രമെന്നല്ല, സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് വിഷമിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് മാറ്റമുണ്ടാവും. അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ആണെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു എനർജിയിൽ മാറ്റം വരുത്തിയത്. കുഞ്ഞു കാര്യങ്ങൾക്ക് വിഷമിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവണം അത് മാറ്റിയെടുക്കണം, ഞാനങ്ങനെ വിഷമിക്കാൻ പാടില്ല, വെറുതെ ഞാനങ്ങനെ വിഷമിക്കാൻ പാടില്ല, ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിന് മാത്രം പ്രാധാന്യം കൊടുക്കും, എല്ലാത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് നിങ്ങളുടെ എനർജിയിൽ വന്ന മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ കുഞ്ഞു കാര്യങ്ങൾക്ക് ഒരാൾ വിഷമിക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുകയല്ല ഞാൻ. നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം, അതായത് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിന് ഞാൻ പ്രാധാന്യം കൊടുക്കാം, അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒരേപോലെ പ്രാധാന്യം കൊടുത്ത്
അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ തന്നെ വരുത്തിയിട്ടുള്ള ഒരു മാറ്റമാണ് അതെന്ന് പറയുന്നത്. നിങ്ങളുടെ എനർജി എന്നതിലുപരി നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ തന്നെ വരുത്തിയിട്ടുള്ള ഒരു മാറ്റമാണ് അത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഭാവിയിലെ എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇനി നമുക്ക് നോക്കാം മാലാഖമാർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണെന്ന്. ഈ ഒരു നിമിഷം മാലാഖമാർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാലാഖമാർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. മാലാഖമാർ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഈ കാർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക് ആണ് ഇവിടെ ലഭിക്കുന്ന എനർജി എന്ന് നിങ്ങൾക്ക് ഈ കാർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുക. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ആത്മവിശ്വാസം ഇനിയും കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് മുന്നോട്ട് കോൺഫിഡൻസോടെ പോകുക. കോൺഫിഡൻസോടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്നാണ് മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളിപ്പോൾ അത്ര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടല്ല ചിന്തിക്കുന്നത് എന്ന് വെച്ചോളൂ. മാലാഖമാർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കൂ, നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ കൈവിടാതിരിക്കൂ എന്നാണ് മാലാഖമാർ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അതും നല്ലൊരു കാര്യം തന്നെയാണല്ലേ. എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല, അറിയാം. എപ്പോഴും നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ എളുപ്പമല്ല. പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളതിന് ശ്രമിക്കൂ എന്നാണ് മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് നോക്കിയ സമയത്ത് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.